ഹോർമസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സംഘർഷാവസ്ഥ ലോകത്തെ ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ശ്രമിച്ച അമേരിക്കൻ ഡിസ്ട്രോയറിന് നേരെ ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് മേഖലയിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ഈ സൈനിക പ്രകടനം ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിക്കാനാണെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. വാണിജ്യ കപ്പലുകളെ അമേരിക്കൻ നാവികസേന അനുഗമിക്കുന്നത് നിങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ കാണുന്നത്. ഇതിനെ തുടർന്നുണ്ടായ മിസൈൽ ആക്രമണം വെറുമൊരു മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് മേഖലയിലെ ഏത് സൈനിക നീക്കത്തെയും നേരിടുമെന്ന പ്രഖ്യാപനം കൂടിയാണ്. മിസൈൽ ആക്രമണ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ട്രംപ് നടത്തിയ പ്രസ്താവനകളിൽ കടുത്ത രോഷമാണ് പ്രകടമായത്. ഇറാന്റെ നടപടിക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാന്റെ മേൽ നിലവിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്നില്ലെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. ഈ സംഘർഷങ്ങൾക്കിടയിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പുതിയൊരു ആരോപണവുമായി രംഗത്തെത്തിയത്. തങ്ങളുടെ ഫുജൈറ തുറമുഖത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന് UAE അവകാശപ്പെടുന്നു. എങ്കിലും തങ്ങൾക്കെതിരായ UAEയുടെ ആരോപണങ്ങളെ ഇറാൻ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഫുജൈറയിൽ നടന്നത് ഒരു അപകടമാക്കാനാണ് സാധ്യതയെന്നും അതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. സമാധാനപരമായ ചർച്ചകൾക്ക് പകരം പ്രകോപനം ഉണ്ടാക്കാനാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിരയായി അറിയപ്പെടുന്ന ഒന്നാണ്. ഇവിടെ ഉണ്ടാകുന്ന ഓരോ ചെറിയ സ്ഫോടനവും ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാൻ ഈ പ്രദേശം സൈനികമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാക്കുന്നുണ്ട്. റിഫത്ത് ജാവേദിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ സംഭവങ്ങളെ വളരെ സൂക്ഷ്മമായാണ് വിലയിരുത്തുന്നത്. മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ നൽകുന്ന നിഷേധവും UAE നൽകുന്ന പരാതിയും തമ്മിലുള്ള വൈരുദ്ധ്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അമേരിക്കയുടെ പക്കൽ ഇത് തെളിയിക്കാനുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ നിർണായകമായ ചോദ്യം. അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സൈനിക തിരിച്ചടിക്ക് മുതിർന്നാൽ അത് പശ്ചിമേഷ്യയിൽ ആകെ പടരുന്ന ഒരു മഹായുദ്ധത്തിന് കാരണമാകും. മാത്രമല്ല, അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നേരെ മിസൈൽ വിടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാഹസമാണ്. അമേരിക്കയുടെ സൈനിക ശേഷി അറിയാമായിരുന്നിട്ടും ഇറാൻ ഇത്രയും വലിയൊരു ചുവടുവെപ്പ് നടത്തിയെങ്കിൽ അതിനു പിന്നിൽ വലിയൊരു തന്ത്രമുണ്ടാകാം. റഷ്യയോ ചൈനയോ പോലുള്ള വൻ ശക്തികളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന ഉറച്ച ബോധ്യമാണ് ഇറാനെ ഇത്തരമൊരു ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം. നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള അവിശ്വാസം വർദ്ധിച്ചു വരികയായിരുന്നു. 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് മുതൽ തുടങ്ങിയത് ശത്രുത ഇപ്പോൾ യുദ്ധത്തിന്റെ മുഖത്തോടടുത്തു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് ആരാണ് മുൻകൈ എടുക്കുക എന്നതും പ്രസക്തമായ ചോദ്യമാണ്. അതിർത്തിയിലെ ഈ തർക്കം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോകത്തെ രണ്ട് ശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണമാണ്. അമേരിക്കയുടെ പക്കലുള്ള നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഇറാന്റെ നീക്കങ്ങളെ തടയാൻ കഴിഞ്ഞില്ല എന്നത് ഗൗരവകരമാണ്. ഇറാൻ തങ്ങളുടെ ആയുധശേഷി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമായാണ് ഈ സൈനിക നീക്കത്തെ കാണുന്നത്. സമുദ്രമേഖലയിലെ തങ്ങളുടെ ആധിപത്യം വിട്ടു നൽകില്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ്. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന സമയത്താണ് വിദേശ നയത്തിൽ ഇത്തരമൊരു വെല്ലുവിളി വരുന്നത്. ഇറാനെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ അന്താരാഷ്ട്ര പദവിക്ക് മങ്ങലേൽക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു നീക്കമാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം UAEയുടെ ഫുജൈറ തുറമുഖത്തെ ആക്രമണം ഒരു ആസൂത്രിത നാടകമാണെന്ന് കരുതുന്നവരും കുറവല്ല. ഇറാന്റെ മേൽ ഒരു സൈനിക നീക്കത്തിന് കളമൊരുക്കാൻ സഖ്യകക്ഷികൾ നടത്തുന്ന തന്ത്രമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനു മുൻപും ഇത്തരം സ്ഫോടനങ്ങൾ മേഖലയിൽ നടന്നപ്പോൾ ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ പുറത്തു വരാതെ ഒരു നിഗമനത്തിലെത്തുന്നത് അപകടകരമാണ്. അറബ് രാജ്യങ്ങൾക്കിടയിലും ഈ വിഷയം വലിയ വിഭജനം ഉണ്ടാക്കുന്നുണ്ട്.
സൗദി അറേബ്യയും UAEയും ഇറാന്റെ സൈനിക ഭീഷണി നേരിടാൻ അമേരിക്കയുടെ സഹായം തേടുമ്പോൾ മേഖലയിൽ സമാധാനം വേണമെന്ന നിലപാടാണ് ഖത്തറിനെ പോലുള്ള രാജ്യങ്ങൾക്കുള്ളത്. ഇത് ഗൾഫ് സഹകരണ കൗൺസിലിനുള്ളിലും വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ആഗോള വാണിജ്യ കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നത് ഇതിനോടകം തന്നെ ചരക്കു നീക്കത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നാവികസേനകളെ നിയോഗിക്കേണ്ടി വരുന്നത് ചെലവ് വർദ്ധിപ്പിക്കും. ഈ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ വികസ്വര രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുക. ട്രംപിന്റെ രോഷപ്രകടനം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നില്ലെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പെന്റഗൺ മേഖലയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നുണ്ട്. വിമാനവാഹിനി കപ്പലുകൾ കൂടുതൽ അടുത്തേക്ക് നീങ്ങുന്നത് ഇറാന്റെ മിസൈൽ റേഞ്ചിലേക്ക് അവയെത്തിക്കും. ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഇറാന്റെ സൈനിക ആവശ്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും. ഉപരോധങ്ങൾ മൂലം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ അവർ കൂടുതൽ ആക്രമണാത്മകമായ നിലപാടാണ് സ്വീകരിക്കുക. റിഫത്ത് ജാവേദിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഏതൊരു നിമിഷവും ആകാശത്ത് മിസൈലുകൾ പറന്നേക്കാമെന്ന ഭയത്തിലാണ് ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങൾ. യുദ്ധം തുടങ്ങിയാൽ അത് ആധുനിക നഗരങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും പൂർണ്ണമായും തകർക്കും. അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾക്ക് നേരെയുള്ള നീക്കം ഇറാൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് ട്രംപിനെ പ്രകോപിപ്പിച്ച് ഒരു യുദ്ധം ക്ഷണിച്ചു വരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ഇറാന്റെ ഉള്ളിൽ തന്നെ ഇതിനെ ചൊല്ലി രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നേക്കാം. തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് സൈന്യത്തിലുള്ള സ്വാധീനം ഇത്തരം നടപടികൾക്ക് പിന്നിലുണ്ടാകാം. ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിലും ഈ വാർത്ത വലിയ ഇടിവുണ്ടാക്കി. നിക്ഷേപകർ ആശങ്കയിലായതോടെ സ്വർണ്ണവിലയും എണ്ണവിലയും ഉയർന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ട്രംപിന്റെ ഓരോ ട്വീറ്റും വിപണിയെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇറാന്റെ നിഷേധത്തെ അവഗണിച്ചുകൊണ്ട് UAE നൽകുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇത് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള തന്ത്രമായാണ് കാണുന്നത്. പക്ഷേ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കുന്നു. വിദേശ ഭീഷണി ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കുന്നത് സ്വാഭാവികമാണ്. ഹോർമുസ് കടലിടുക്കിലെ ഈ സംഭവം ഒരു പ്രാദേശിക തർക്കമല്ല. ഇത് ആഗോളതലത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ പുതിയ അധ്യായമാണ്. ട്രംപിന്റെ കടുത്ത രോഷവും ഇറാന്റെ സൈനിക വീര്യവും UAEയുടെ ആരോപണങ്ങളും ചേരുമ്പോൾ പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് പറയേണ്ടി വരും. യുദ്ധത്തിന്റെ കരുതിഴൽ നീങ്ങണമെങ്കിൽ നയതന്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന് അസാമാന്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. മാധ്യമ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത 48 മണിക്കൂർ നിർണായകമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സൈനികമായ രീതിയിലാണെങ്കിൽ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടും. സമാധാനത്തിന് വേണ്ടിയുള്ള മുറവിളികൾക്കിടയിലും പടയൊരുക്കം സജീവമാണ്. ട്രംപിന്റെയും ഇറാന്റെയും കടുംപിടുത്തം സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ദോഷകരമായി ബാധിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ടും യുദ്ധം കൊണ്ടും ജനങ്ങൾ വലയുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ അപ്രമാദിത്വം തെളിയിക്കാൻ മത്സരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവിനെയാണ്. പക്ഷേ ഇപ്പോൾ ചക്രവാളത്തിൽ കാണുന്നത് മിസൈലുകളുടെ തീപ്പൊരികൾ മാത്രമാണ്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ.